നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ യുദ്ധം ആസന്നമായിരിക്കുന്നു. മാസങ്ങളായി ഇസ്രയേലും ഹിസ്ബുള്ളയും ഡ്രോണുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ എന്നിവ വ്യാപാരം ചെയ്തിട്ടുണ്ട്. വടക്കൻ ഇസ്രയേലിൽ ആക്രമണമുണ്ടാവുകയും ജനവാസ യോഗ്യമല്ലാതായി മാറുകയും ചെയ്തു. 70,000 ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കൂടുതൽ പേർ തെക്കൻ ലബനൻ വിട്ടു. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ ലബനൻ വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിലെ നേതാക്കൾ ഈ ഒരു യുദ്ധം അനിവാര്യമാണെന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. ദശാബ്ദങ്ങളിലുണ്ടായ ഈ മേഖലയിലെ ഏറ്റവും തീവ്രമായ സംഘർഷമായിരിക്കും ഇനിയുള്ള യുദ്ധം. ഇസ്രയേലിന് ഇത് വിപത്തും ലബനന് ഒരു ദുരന്തവുമാകും. വിപുലമായ തുരങ്ക ശൃംഖലകളിൽ ഉൾപ്പെടെയുള്ള ഗറില്ല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്തുന്നതിന് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുമെന്ന് വിരമിച്ച ലബനീസ് ജനറൽ ഖലീൽ ഹെലോ പറയുന്നു. 2006 മുതൽ 4 പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഇറാനിൽ രൂപകൽപ്പന ചെയ്ത കാമിക്കോസ് ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി ഹിസ്ബുള്ള സ്വന്തമാക്കിയെന്നതാണ്. IDFിന്റെ പല ടാങ്കുകളിലും കവചിത വാഹനങ്ങളും ഇപ്പോൾ ടാങ്ക് വീത മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സജീവ സംരക്ഷണ സംവിധാനങ്ങളുമുണ്ട്. രണ്ടാമത്തേത് ഹിസ്ബുള്ളയുടെ കരസേനയുടെ വികസനമാണ്. മൂന്നാമതായി റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം സിറിയയിൽ യുദ്ധം ചെയ്ത സംഘത്തിന്റെ അനുഭവം കൂടുതൽ സ്ഫോടനശേഷിയുള്ള യുദ്ധമുനകളുടെ മൂല്യം അവരെ പഠിപ്പിച്ചു. റോക്കറ്റുകളുടെ പെട്ടെന്നുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഹിസ്ബുള്ള ഇപ്പോൾ ചെറിയ ക്വാഡ്കോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ രഹസ്യാന്വേഷണ ഡ്രോണുകൾ അയക്കുകയും 1-2 ദിവസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായി ആക്രമിക്കാൻ ഡ്രോണുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചറുകളെയും സ്ലോക്ക് പൈലറ്റുകളും കഴിയുന്നത്ര ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമെന്ന് ഉറപ്പാണ്. സിവിലിയൻ അപകടങ്ങളും ഉണ്ടാകും. ലോഞ്ചറുകളിൽ പലതും ഗ്രാമങ്ങളിലാണ്. ഹിസ്ബുള്ളയ്ക്ക് അവരുടെ മിസൈലുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് മധ്യ ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കുന്നതിന് ഇത് എളുപ്പമാകുമെന്നിരിക്കാൻ ഇസ്രയേൽ 2 ഘട്ടങ്ങൾ കൂടി മുന്നോട്ടു പോകും. ഹിസ്ബുള്ളയുടെ നഗരങ്ങളിലെ ആസ്ഥാനം, ലബനനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആക്രമിക്കുക. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിലെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങുകയാണ്. 100-ലധികം വിദഗ്ധരും ഇസ്രായേലി മുൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഹെർസിലിയയിലെ റിച്ച്മാൻ യൂണിവേഴ്സിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിലെ റിപ്പോർട്ടിൽ ചില രഹസ്യ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹിസ്ബുള്ള പ്രതിദിനം 2500 മുതൽ 3000 വരെ മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. 2006-ലെ നിരക്കിന്റെ 25 മടങ്ങായിരിക്കും 3 ആഴ്ച കൊണ്ട് പ്രയോഗിക്കുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരിക്കും ഇത്. കടൽ തീരത്തുള്ള അമേരിക്കൻ ഡിസ്ട്രോയറുകൾ വലിയ മിസൈലുകൾ പുറത്തെടുത്താൽ പോലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും നിർജീവമാകും. അത് കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നാണ്. ജൂൺ 20-ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള പവർ കമ്പനിയായ നോഗയുടെ തലവൻ ഷോൾ ഗോൾഡ്സ്റ്റെയിൽ പവർ ഗ്രിഡ് ഹിസ്ബുള്ള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരിയിലും മെയ് മാസത്തിലും IAF ഗൈഡഡ് മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞ ബെക്ക താഴ്വരയിലെ കെട്ടിടങ്ങൾ ആക്രമിച്ചു. എന്നിരുന്നാലും ഡിപ്പോകളും ലോഞ്ചറുകളും കണ്ടെത്താനും അവയെ തകർക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ജനുവരി മുതൽ ഹിസ്ബുള്ള തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ പലതും തെക്ക് നിന്ന് ബെക്കെ താഴ്വരയിലേക്കും പർവ്വത പ്രദേശമായ ഫറായിലേക്കും നീക്കിയതായി മറ്റൊരു പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉറവിടം പറയുന്നു. ഇത് ലക്ഷ്യമിടുന്നത് കൂടുതൽ കഠിനമാക്കുന്നു. അതിന്റെ വ്യോമ പ്രതിരോധവും മെച്ചപ്പെട്ടു. ഇത് IAFന്റെ കൗശല സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയേക്കാം. ഒക്ടോബർ 7 മുതൽ ഗ്രൂപ്പ് 7 വലിയ ഇസ്രയേലി ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത്. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനനോ ഒട്ടും ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. ഇരു വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ മേഖലയിലാകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറും. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും. ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നു. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുല ശേഖരമുണ്ട് എന്നതും നിർണായകമാണ്. അത് ഇസ്രയേലിൽ എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കും. 15 മുതൽ 20 കിലോമീറ്റർ പരിധിയിലുള്ള 40,000 ഗ്രാഡ് ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. കൂടാതെ 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ 3, ഫജർ 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ 80,000 ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. ഇതിനെല്ലാം പുറമെ 200 മുതൽ 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം 30,000 സെൽസാൻ ഫത്തേഫ് 110 മിസൈലുകളുമുണ്ട്.
തെക്കൻ ഇസ്രയേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത്. മറുഭാഗത്ത് ഇസ്രയേലും അതിശക്തരാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രയേൽ. അയൺ ഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.